പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിരന്തരം ആ മരച്ചുവട്ടിൽ ധ്യാനനിരതനായിരുന്ന ഗുരുവിനെ അന്വേഷിച്ചു വന്നതായിരുന്നു ആ സമ്പന്നനായ ചെറുപ്പക്കാരൻ. അയാൾ ഇത്തിരി പുച്ഛത്തോടെയാണ് ഗുരുവിനോട് ചോദിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് അങ്ങേക്ക് എന്താ കിട്ടിയത്? ഗുരുവിൻ്റെ ഉത്തരം തിരിച്ചൊരു ചോദ്യമായിരുന്നു, ഇത്രയും നാള് നീ അധ്വാനിച്ചിട്ട് നിനക്കെന്താ കിട്ടിയത്? ഗുരു തന്നെ ഉത്തരം പറയുന്നുണ്ട്, അസ്വസ്ഥമായ മനസ്സും ഇനിയും അവസാനിക്കാത്ത ജീവിതത്തിൻ്റെ അലച്ചിലുകളും. അതല്ലേ നിന്നെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നത്. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. അവനെ അനുഭവിക്കാൻ വേണ്ടി മറ്റെന്തും മാറ്റിവെക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ്. അവനെ അനുഭവിക്കാൻ വേണ്ടി എന്തും മാറ്റിവെക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ്. വചനം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. എത്ര ജാഗ്രതയുണ്ട് കർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്, ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. കാറ്റക്കിസവും പരിശുദ്ധ കുർബാനയും അടക്കം മാറ്റിവെച്ചിട്ട് നമ്മൾ ഓടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ജോലി, ഇൻ്റർവ്യൂ, കോഴ്സുകൾ, കോച്ചിങ്. വെല്ലുവിളിക്കാണ് വചനം, വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കുഞ്ഞു കഥയുണ്ടല്ലോ. രാജാവിൻ്റെ ജന്മദിനത്തിന് രാജാവ് കൊടുത്ത വലിയൊരു ഓഫറുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ ഓഫർ. കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, ഈ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ രാജകൊട്ടാരത്തിലുള്ളത് എന്തും തൊടാം, ഇഷ്ടമുള്ളത് തൊടാം, തൊടുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തം. എല്ലാവരും ഓടി നടന്ന് വിലപിടിപ്പുള്ളതൊക്കെ തൊട്ട് സ്വന്തമാക്കുമ്പോൾ ഒരു കുഞ്ഞു മാത്രം മാറി നിൽക്കുന്നു. അവസാനം സമയം തീരാനുള്ള ഒരിത്തിരി നേരത്തിന് മുൻപ്, സെക്കൻഡുകൾക്ക് മുൻപ് രാജാവ് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്കൊന്നും വേണ്ടേ? അവൻ ഓടിച്ചെന്ന് രാജാവിനെ തൊടുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ് 1ാമത്തെ വായന. നല്ല ജ്ഞാനം ലഭിച്ചൊരു കുഞ്ഞ് അവൻ ചെന്ന് രാജാവിനെ തൊട്ടിട്ട് പറയുന്നുണ്ട്, ഇന്ന് മുതൽ രാജാവ് എനിക്ക് സ്വന്തം. രാജാവ് സ്വന്തമെങ്കിൽ ഈ രാജ്യത്തുള്ളതെന്തും എനിക്ക് സ്വന്തം, ഈ രാജ്യം മുഴുവൻ എനിക്ക് സ്വന്തം. മറന്നു പോകുന്നത് അതാണ്. ആ കർത്താവിങ്കിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുള്ളതാ സത്യം. കർത്താവിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും മാറ്റിവെക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊരു വലിയ സ്വർഗീയ സൗഭാഗ്യമാണെന്ന് നമ്മൾ ഇവിടുത്തെ ക്ലീശയാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ കുറേ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിറകെ ഓടുമ്പോൾ ദൈവത്തിരുമുൻപിലിരിക്കുന്ന മനുഷ്യരെ നമ്മളിങ്ങനെ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുക, സമയം കളയാന്ന് പറഞ്ഞിട്ട്. അവരനുഭവിക്കുന്ന ദൈവ സന്തോഷത്തിൻ്റെ, സ്വർഗ സന്തോഷത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് എന്ത് ഐഡിയ ഉണ്ട് നമുക്ക്? മാറ്റിവെക്കുന്നതൊക്കെ വലിപ്പമുള്ള മറ്റെന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നുണ്ട്. ആ ഒരു പിക്ചർ ഓർമ്മിക്കുന്നുണ്ട്. കർത്താവ് ഒരു പാവയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ കൈ നീട്ടി നിൽക്കുന്നുണ്ട്. ഒരു കൈ ഇങ്ങനെ പിറകിൽ വെച്ചിട്ടുണ്ട്. ആ ചെറിയ പാവ കൊടുക്കാനായിട്ട് ഈ കുഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ അവൾ ആ പാവ കൊടുത്താൽ പിറകിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കയ്യിൽ 10 ഇരട്ടി വലിപ്പമുള്ള വലിയൊരു പാവയുമായിട്ടാണ് കർത്താവ് നിൽക്കണത്. അവന് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ ഇതുവരെ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ സന്തോഷം എന്താണെന്നറിയാത്ത വിധത്തിൽ നമ്മുടെ സമ്പത്ത് ഈ ഭൂമിയിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട്, അതിനെക്കുറിച്ചുള്ള ആകുലത കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. കർത്താവാണ് ആ നിധിയെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന നിക്ഷേപമെങ്കിൽ ഉള്ളിൽ സമാധാനമെന്നറിയാൻ പോണേ. നമ്മളിപ്പോഴും ഇങ്ങനെ ആ ഒരു കുരങ്ങന്മാരെ കണക്കാം, മർക്കടമുഷ്ടി എന്നൊക്കെ പറയൂലേ. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു ട്രാപ്പാണത്. വാവട്ടം കുറഞ്ഞൊരു പാത്രത്തിൽ, ഒരു കുടത്തിൽ കടലയിട്ട് വയ്ക്കുന്നു. കുരങ്ങന്മാരെ പിടിക്കാനായി അവർ വന്ന് ഈ കടലയെടുക്കുന്നു. പിന്നിങ്ങനെ ആ കൈ തുറക്കാത്തിടത്തോളം കാലം
വിട്ടുകളയാത്തിടത്തോളം കാലം അവർക്ക് കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ കുരങ്ങന്മാരാണെങ്കിൽ എടുത്ത കടല ഇനി ഒരിക്കലും വിട്ടുകളയുമില്ല. അങ്ങനെ അവരെ കെണിയിൽ പിടിയിലാവുന്നുണ്ട്. മർക്കടമുഷ്ടിയ. നമുക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് ഇപ്പോഴും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കോ സന്തോഷത്തിലേക്കോ പോകാനായിട്ട് നമുക്ക് പറ്റണമില്ല. പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തെയും ഈ ദൈവത്തിങ്കിലേക്ക്, ദൈവാനുഭവത്തിലേക്ക്, സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഉയരാൻ തടസ്സം നിന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം. ദൈവത്തെ കാണുന്നതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ തിരക്കുള്ള ഷെഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാറ്റി നിർത്തണം. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവെ, അനുഗ്രഹം തരണമേ. യഥാർത്ഥ സന്തോഷം നീയാണെന്നും അതിനായി വിട്ടുകൊടുക്കേണ്ടി വരുന്നതൊന്നും നഷ്ടങ്ങളല്ലെന്നും എന്നുള്ള തെളിച്ചം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അങ്ങാകുന്ന സന്തോഷത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് നടന്നെടുക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായി ഒരുങ്ങാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ ചോദിച്ചാൽ നീ ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ ആർക്കുള്ളതായി തീരും. ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാവാതെ ഈ ലോകത്തിൻ്റെ സമ്പത്ത് മാത്രം കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നവരുടെ കാര്യം എന്ന വചനം പറയണേ. ഈ രാത്രിയിൽ കർത്താവ് തിരികെ വിളിക്കുമ്പോൾ അവനാകുന്ന വലിയ സന്തോഷത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ഞാൻ പ്രിപ്പയർഡ് ആണോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.